ഹലോ കൂട്ടുകാരെ, ഈ ഒരു സബ്ജക്റ്റ് ഞാൻ സംസാരിക്കേണ്ട, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട എന്ന് കരുതിയ ഒരു വീഡിയോ ആണ്. കാരണം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരാളെ ശിക്ഷിക്കാത്തത് മൂലം എത്ര പേർക്കാണ് മനസമാധാനം നഷ്ടപ്പെട്ട് കരഞ്ഞു വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. 9 വർഷത്തോളം ഒരാള് ചെയ്യാത്ത കുറ്റത്തിന് വിഷമിക്കുകയും ഒറ്റപ്പെടുത്തുകയും അയാൾ കുറ്റവാളിയാണ് എന്ന് ഉറപ്പിച്ച ഈ ഒരു സമൂഹത്തിൽ കഴിയുക എന്നുള്ളത് എത്ര ദുഷ്കരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. 90 ദിവസത്തോളം ജയിലിൽ കിടന്നു. ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് കോടതിയായിരുന്നു പറയേണ്ടിയിരുന്നത്. അതും ഒന്നിന്റെ അവസാനമില്ല. എന്തായാലും അതിന്റെ മുകളിലേക്ക് കേസ് കൊടുത്ത് തെളിയിക്കേണ്ട രീതിയിൽ കേസിനെ കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരെ ശിക്ഷിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ കുറ്റവാളി ആയേ പറ്റുള്ളൂ, എന്നാലേ എൻ്റെ തൊണ്ടയിലിരിക്കുന്ന ചോറ് ഇറങ്ങത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകണം. ഇതൊന്നും അല്ല ഇവിടെ ഇപ്പം നടക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ അവൾക്കൊപ്പമാണ് എന്ന് പറയുന്ന വ്യക്തികൾ അവര് നിശ്ചയിച്ചു വെച്ചിരുന്നു ഇന്നതുപോലെ വരും. അത് വരാത്തതിൻ്റെ ഉള്ള ഇറിറ്റേഷൻസ് ആണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. ഒരാൾ ഫെഫ്കയിൽ നിന്ന് രാജിവെക്കുന്നു. അവർ തന്നെ ഈ ചാനലുകാരുടെ അടുത്തെല്ലാം പറയുന്നു, എനിക്കത് വേണമെങ്കിൽ ഡ്രാഫ്റ്റായിട്ട് അയക്കാമായിരുന്നു, എന്നിട്ടും ഞാൻ അത് ചെയ്യാതെ ഇത് എല്ലാവരെയും അറിയണം. അപ്പൊ അതൊക്കെ അത് തേജോവധമല്ല? എന്നിട്ട് അവർ തന്നെ പറയുന്നു, അതിജീവിതം എപ്പോഴും വിഷമിച്ചിരിക്കണം, കരഞ്ഞിരിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി, അതായത് വേട്ടയാടിയ ആൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അതെല്ലാം അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നമ്മൾ കേട്ടോ? എവിടെയെങ്കിലും? അപ്പോൾ ഓരോരുത്തരുടെയും മനോചിന്തയിലനുസരിച്ചാണ് ഈ ഒരു വിധിയെ അവർ കണ്ട് തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം അതിജീവിത ആയിക്കോട്ടെ, അവർക്ക് നീതി കിട്ടണം, അതിനെന്ത് ചെയ്യണം? അടുത്ത തുടർ നടപടിയിലേക്ക് പോകണം. അല്ലാതെ നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരാൾ കുറ്റവാളിയാകാത്തത് കൊണ്ട് വീണ്ടും ഇരുന്നിട്ട് ഉള്ള സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ പോവുകയാണ്. അങ്ങനെ വാർത്താ ചാനലുകളുടെ മുമ്പിൽ ഇന്നങ്ങ് പറയുകയാണ്, വേട്ടയാടിയ മനുഷ്യൻ എന്ന് അവരാണ് പറയുന്നത്. അപ്പൊ അവരിവിടുത്തെ നിയമ സംവിധാനത്തെ എല്ലാം പാടെ വിശ്വസിക്കുന്നുമില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല, തള്ളിപ്പറയല്ലേ ചെയ്യുന്നത്. അവരെന്നെ മുന്നോട്ട് നിയമ സംവിധാനത്തിൽ പോയാലും അവിടെ നിന്നും അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഇവരിൽ നിന്ന് വേറൊന്നും നമ്മളെ പോലുള്ള മനുഷ്യർ കേൾക്കണ്ട. ഇതുമല്ല ഇതിനപ്പുറവും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ബുദ്ധിയിൽ നിന്നുള്ള ആൻസർ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. പൊതുവെ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൺകുട്ടി ജനിച്ചാലും ആൺകുട്ടി ജനിച്ചാലും 2 രീതിക്ക് എടുക്കുന്നത്. അതായത് ആണാണെങ്കിൽ അവൻ വളർന്ന് വലുതായി അവൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കൊരു ജോലിയൊക്കെ ആയാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോളും, പെൺകൊച്ചിൻ്റെ കാര്യമാ കഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു കാര്യമില്ല. ആണിനും പെണ്ണിനും ഇവിടെ തുല്യ നീതിയാണ് വേണ്ടത്, തുല്യ അവകാശമാണ് ഈ ലോകത്ത് വേണ്ടത്. അല്ലാതെ അത് പെണ്ണായതുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് അവിടെ കൊടുക്കാം, ഇവൻ ആണായതുകൊണ്ട് ഇവൻ ഇച്ചിരി മതി, അവൻ അനുഭവിച്ചോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല. എന്താണോ നീതി അതാണ് വേണ്ടത്, ആണിനാണേലും പെണ്ണിനാണേലും. പിന്നെ അനവസരത്തിലുള്ള കുറേ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അവക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ കുഴി ചാടിക്കാനും അവരുടെ ചിന്തയിൽ കുറേ വിഷങ്ങൾ വെക്കാനും ഒക്കെ ഈ അവസരങ്ങൾ അവരുപകരിപ്പിക്കും. എന്നിട്ട് ആദ്യം ഒരു കുഴി വെട്ടുന്നിടത്തേന് നമ്മളായിരിക്കും ഫസ്റ്റ് പോയി വീഴുന്നത്. അങ്ങനെയുള്ള നല്ല ഉപദേശം തരുന്ന എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആൾക്കാരും ചുറ്റിലും ഈ ഒരു അവസരം അവർ പാഴാക്കത്തില്ല. നിങ്ങൾ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കൂ. എവിടെയെങ്കിലും തെറ്റുകളും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യമേ വിജയിക്കത്തുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ വിധി. അതുക്കും മേലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും സുപ്രീം കോടതി വരെ പോയി നിങ്ങൾ തെളിയിക്കാനുള്ള ആ ഒരു ക്ഷമയും മാനസികാവസ്ഥയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് നെഗറ്റീവ് പറയുന്നവർക്കെല്ലാം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തൽക്കാലം. അപ്പം ടാറ്റ, ബൈ ബൈ.